ഈ അഹങ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അപമാനിക്കുകയും ചെയ്യും, സ്വയം അപമാനം വരുത്തി വെക്കുകയും ചെയ്യും. സ്വയം അപമാനം വരുത്തി വെക്കാൻ ഈ അഹങ്കാരികളായ ആളുകൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഉണ്ടായാൽ മതി. അയാൾ എന്നെ അപമാനിച്ചു, അയാൾ എന്നെ അങ്ങനെ ചെയ്തു, ഞാൻ അവിടെ ഇരിക്കുമ്പം അയാൾ അങ്ങനെ ഭാവിച്ചു, അയാൾ അങ്ങോട്ട് നോക്കി, എന്നെ കണ്ടപ്പോ എഴുന്നേറ്റില്ല. അപ്പം ഇനി അഹങ്കാരികൾക്ക് സ്വയം അപമാനം വരുത്തി വെക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞത് എന്നെ കളിയാക്കിയാണ്, അപ്പൊ അങ്ങനെ. ഇനി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവര് നാട്ടിലുള്ള എല്ലാവരെയും അപമാനിക്കും, എല്ലാവരെയും നാണം കെടുത്തും. അവരെ നാണം കെടുത്തുന്ന രീതിയിൽ, അവരുടെ ഒരു സെൽഫ് എസ്റ്റീം കളയുന്ന രീതിയിൽ അവരോട് സംസാരിക്കും. എത്ര നന്നായിട്ട് ചെയ്യുന്നവരായാലും അതൊന്നും പോരാ, അതൊന്നും അത്ര മെച്ചമില്ല, അതൊന്നും അങ്ങനെ നന്നായിട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇന്ന് വചനത്തിൽ പറയണോ, അഹങ്കാരത്തിന് പിന്നാലെ അപമാനമുണ്ട്, വിനയമുള്ളവരോടുകൂടെ ജ്ഞാനവും. സുഭാഷിതങ്ങളുടെ പുസ്തകവും 11-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം. അഹങ്കാരത്തിന്റെ പിന്നാലെ അപമാനമുണ്ട്. അപമാനം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചില അഹങ്കാരങ്ങൾ അതിന്റെ കാരണങ്ങളാണെന്ന് കൂടി തിരിച്ചറിയാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.